അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്ത പ്രവാചകൻ മുത്തുനബിയാണല്ലോ. അല്ലാഹുവേ, ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, ഉമ്മാനെ കണ്ടു കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി. തനിക്ക് താങ്ങുമ തണലുമായി നിന്ന ഒരുപാട് പേരങ്ങ് പോയല്ലോ. ജീവിതത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വല്ലാതെ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്തിന്? വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. ഈ ചരിത്രങ്ങൾ കേട്ട് കഴിയുമ്പോ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ചവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, എനിക്കൊരു പ്രയാസവുമില്ല തമ്പുരാന്, എനിക്കൊരു പരാതിയുമില്ല അല്ലാ. ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണല്ലാ, ഞാൻ എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് പടച്ചറപ്പിന് നമ്മൾ സ്തുതിക്കുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാ. പടച്ചവനെ ജീവിക്കാൻ തന്നെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, പടച്ചവന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്ന് ജീവിച്ചിരുന്നത് ആരെന്നറിയുമോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. നമ്മളൊക്കെ എന്ത് ഭയമാ സഹോദരാ, ഞാനും നിങ്ങളും എന്ത് പീഡനങ്ങളാ അനുഭവിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ടുണ്ടോ? പടച്ചവനെ, എവിടെ നോക്കിയാലും പീഡനങ്ങളാണ്, എവിടെ നോക്കിയാലും അക്രമങ്ങളാണ്. അവരാരും കൊല ചെയ്തതിന്റെ പേരിലല്ല, രാജ്യദ്രോഹം ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒറ്റ കാരണത്തിന്റെ പേരില്, മുസ്ലിമായി പോയതിന്റെ പേരില് പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത് പോലെ ചോദിക്കാനും പറയാനും ഒരാൾ പോലും ഇല്ലല്ലോ. എവിടെ നോക്കിയാലും മുസ്ലിമീങ്ങളെ ഇട്ട് തല്ലിച്ചതയ്ക്കുന്ന രംഗം എങ്ങനെ കണ്ടുകൊണ്ട് നടക്കുകയാ. ഒരാൾക്കും പ്രതികരിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പോലെ പടച്ചവരെ എത്രയോ പേടിച്ചിരുന്നു. ശത്രുക്കളെല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെയാണ് നോട്ടമിട്ടിരുന്നത്. എങ്ങനെയും പ്രവാചകനെ വധിച്ചു കളയണമല്ലോ. നിങ്ങൾ ചരിത്രമെടുത്തു നോക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ ഓരോ സഹാബികൾ കടന്നു വന്നിട്ട് നിലവിളിക്കുന്നു, നബിയേ, സഹിക്കാൻ കഴിയുന്നില്ല നബിയേ, പീഡനങ്ങളാണ് നബിയേ. പ്രവാചകന്റെ മുന്നിലിട്ടാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമിന്റെ ചരിത്രം അറിയുമല്ലോ, ബിലാൽ തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ, അബൂ ഹുറൈറയുടെ ചരിത്രം അറിയുമല്ലോ. പടച്ചവനെ, എത്രയോ സഹാബത്ത് പീഡനങ്ങളെ സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യും നബിയേ? എത്രയോ പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞല്ലോ, എത്രയോ പേരെ കൊന്നുകളഞ്ഞല്ലോ. എല്ലാവരും പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് അവിടെന്ന് പരാതി പറഞ്ഞല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എന്തിനു പറയണം? അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ ഹിജ്റയ്ക്ക് പറഞ്ഞു വിടുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനും അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ അല്ലാഹുവിന്റെ റസൂൽ പോലും അവിടെ നിന്ന് തീരുമാനിച്ചപ്പോ ഇബ്ലീസ് വന്നിട്ടല്ലേ ശത്രുക്കളോട് പറഞ്ഞു കൊടുത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ നാട് വിടാൻ പോകുന്നു എന്ന് ഇബ്ലീസ് വന്ന് പറയുമ്പോ പൗരത്വം നഷ്ടപ്പെട്ടു പോകുമെന്ന് പേടിക്കുന്നവര് എല്ലാവർക്കും പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനാ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? പൗരത്വം എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, നൂഹ് നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, ഇബ്രാഹിം നബിയുടെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ, യൂനുസ് നബിയുടെ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പൗരത്വം നഷ്ടപ്പെട്ടല്ലോ. എന്തിനു മനുഷ്യ ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൗരത്വം വരെ നഷ്ടപ്പെട്ടല്ലോ. ഇതൊക്കെ വെറുതെയല്ല പറഞ്ഞു തന്നത്. അൻസാരിയായ സ്വഹാബത്തിന്റെ മുന്നിലേക്ക് മക്കയിൽ നിന്ന് മുഹാജിരീങ്ങളായ സ്വഹാബത്ത് പൗരത്വം നഷ്ടപ്പെട്ടു പോയ ചരിത്രങ്ങളോ ഉസ്താദന്മാര് പിരിക്കാൻ പറഞ്ഞതല്ല, കേട്ടു സുഖിക്കാൻ